Hello students. For this day we have a very short video which explains the difference between a commercial bank and a cooperative bank. I know that it's very simple and you all might be knowing it also, and some of you have commented that the classes are becoming very bored, but unfortunately in cooperation I cannot help otherwise that the subject itself is very commonly known to you. There is nothing that I have to teach you like that. It's just to inform you that it is such and such that you see around us ലൈക്ക് ദിസ്. അത്ര പറയാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ചുറ്റുപാട് കാണുന്ന കോപ്പറേറ്റീവ്സൊക്കെ ഇതാണ്, ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരാം എന്നുള്ളൊരു റോൾ മാത്രമേ എനിക്കുള്ളൂ ഇതിനകത്ത്. വലിയ വലിയ പ്രോബ്ലം പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ വി മൈറ്റ് ഹാവ് മെയ്ഡ് ഇറ്റ് മോർ കുറച്ചും കൂടി ഒരു രസമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കും. ആൻഡ് വി നോ ദാറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ ദർ ഇസ് നോ അതർ ഓപ്ഷൻസ് ബട്ട് ടു ബി വിത്ത് ദിസ്. അപ്പോൾ അതുകൊണ്ട് കൈൻഡ്ലി കോപ്പറേറ്റ് വിത്ത് മീ, listen to the videos, prepare your own notes so that നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് ഈവൻ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ഇതിൻ്റെ ഒരു നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ടെക്സ്റ്റ് വായിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ബിക്കോസ് യു വിൽ ബി ഗെറ്റിംഗ് മോർ ഇൻഫർമേഷൻ. കേൾക്കും കൂടെ വേണേ, ഞാൻ എഴുതുന്നത് മാത്രമല്ല ഞാൻ പറയുന്നതും കൂടെ കേൾക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു ബെറ്റർ റീഡിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ടേക്ക് ദിസ് വീഡിയോ സീരിയസ്ലി. അങ്ങനെ മൂവ് ഓൺ ചെയ്യാണ്. അപ്പോൾ എന്താണ് കമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. എന്നാലും കമേഴ്ഷ്യൽ ബാങ്ക് ഇസ് എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്, ഓഫേഴ്സ് ചെക്കിംഗ് അക്കൗണ്ട് സർവീസസ്, പ്രൊവൈഡ് വാരിയസ് ലോൺസ് ആൻഡ് ഓഫേഴ്സ് ബേസിക് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ലൈക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ടു ദ ഇൻഡിവിജ്വൽസ് ആൻഡ് സ്മോൾ ബിസിനസ്സസ്. ഇതാണ് കമേഴ്ഷ്യൽ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തൊക്കെയാണ് ബാങ്ക് ചെയ്യാൻ? നമ്മൾ കഴിഞ്ഞ തവണ ബാങ്കിങ് പഠിച്ചതാണ്. ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ലെൻഡ് മണി, പ്രൊവൈഡ് അതർ യൂട്ടിലിറ്റി സർവീസസ്, ഇതെല്ലാം അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം. ഇതിനെയാണ് നമ്മൾ കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ നൗ മൂവിങ് ഓൺ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കമേഴ്ഷ്യൽ. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കും കമേഴ്ഷ്യൽ ബാങ്കും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? all are doing the same functions. So what is the difference between these two? അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഫസ്റ്റ് വൺ, കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ, നമ്മൾ ബാങ്കൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ ബാങ്കിൻ്റെ അകത്ത് നമ്മളതിൻ്റെ പാർട്ട് ആൻഡ് പാർസലല്ല. വി ആർ ജസ്റ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന ലോണീസാണ്, ബോറോവേഴ്സാണ്. അതല്ലാതെ അതിൻ്റെ ഫങ്ഷനിങ് ആയിട്ട് ബന്ധപ്പെട്ടൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ബാങ്ക് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. നമ്മുടെ കമ്പനീസ് ആക്ടിൻ്റെ കീഴിലൊക്കെ ഫോം ചെയ്യുന്ന കമ്പനികളൊക്കെ പോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിൽ ഫോം ചെയ്യുന്ന ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ തന്നെയാണ് ബാങ്കിങ് കമ്പനീസ് എന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ അക്കൗണ്ട്സിൽ ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. പക്ഷേ കോപ്പറേറ്റീവ്സ് പറഞ്ഞാൽ അത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആണ്. സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വന്നിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലുള്ള റൂൾസൊക്കെയാണ് ഇതിനെ ഗവേൺ ചെയ്യുക. എങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ നടത്തിപ്പ് എങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ MD ആരായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് അത് പോവുക. കമേഴ്ഷ്യൽ ബാങ്ക്സ്. കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ ദേ ആർ ഗവേൺഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. നമുക്ക് 1904 നമ്മുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. അത് ക്രെഡിറ്റ് സൊസൈറ്റീസിനുള്ളതായിരുന്നു, ബാങ്കിങ് കോപ്പറേറ്റീവ് ബാങ്ക്സിനുള്ളതായിരുന്നു. അപ്പോൾ അതാണ് 1904 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടാണ് ഇതിനെ ഗവേൺ ചെയ്യുന്നത്. ദെൻ ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ സബ്ജക്റ്റ് ടു ദ കൺട്രോൾ ഓഫ് RBI. റിസർവ് ബാങ്കിൻ്റെ കൺട്രോളിലാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ ഉള്ളത്. നമുക്കറിയാം എപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നതാണ് RBI. അപ്പോൾ എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സും ദേ കം അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI. വാട്ട് എവർ ദേ ഡു ദേ ഹാവ് ടു ബി ഇൻ കൺസേൺ വിത്ത് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിംഡ് ബൈ RBI. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്താണ്, സബ്ജക്റ്റ് ടു ദ റൂൾസ് ലേഡ് ഡൗൺ ബൈ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിന് നമുക്ക് പറയാം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഓരോ സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിലൊക്കെ വന്നിട്ടുള്ള രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന എപ്പെക്സ് ബോഡിയാണ് അതിനെ
കൺട്രോളും റെഗുലേറ്റ്, ദേ ആർ സബ്ജക്റ്റ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ പറയുന്നുണ്ട് കോപ്പറേറ്റീവ്സ് ഓട്ടോണമസ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്തതാണ്, ഈ കോപ്പറേറ്റീവ് രജിസ്ട്രാറുടെ കീഴിലാണ് എല്ലാ ആക്ടിവിറ്റീസും. അവിടെ നമുക്ക് അത്ര വലിയ ഓട്ടോണമിറ്റി ഒന്നും അതിനകത്ത് ഇല്ല. ദെൻ the commercial banks have high scope in offering a variety of സർവീസസ് ഓഫർ ചെയ്യുന്നത് നമുക്ക് സ്കോപ്പ് കൂടുതലാണ്. ദേ ക്യാൻ പ്രൊവൈഡ് വെറൈറ്റി സർവീസസ്. ഇതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് വെറൈറ്റി ഓഫ് സർവീസസ് ടു ദ പബ്ലിക്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് വൈഡർ സ്കോപ്പാണ് കമേഴ്ഷ്യൽ ബാങ്ക്സിനുള്ളത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇറ്റ് ഹാസ് ലെസർ സ്കോപ്പ് കമ്പയർ ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. കമേഴ്ഷ്യൽ ബാങ്കിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കോപ്പറേറ്റീവ്സിന് ലെസ് സ്കോപ്പാണുള്ളത്. ദെൻ വൈഡ് ഓപ്പറേഷൻസ് വിത്ത് മെനി ബ്രാഞ്ചസ്. കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ബാങ്കിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ കൺട്രി അത് സ്പ്രെഡ് ഓവറാണ് ആൻഡ് ഇറ്റ് ഹാസ് ബ്രാഞ്ചസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒരു വൈഡ് റേഞ്ച് ഓഫ് വൈഡ് ഏരിയ കവർ ചെയ്യുന്ന വൈഡ് ഓപ്പറേഷൻസ് ആണ് കമേഴ്ഷ്യൽ ബാങ്കിനുള്ളത്. ഇറ്റ് ഈസ് ഫങ്ഷനിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രാഞ്ചസ് and cooperative banks, the small scale operations, they have only small scale operations and focus on unit banking. അതായത് നമ്മൾ ഈ കോപ്പറേറ്റീവ്സിനെയൊക്കെ പഠിക്കുന്ന സമയത്ത് കോപ്പറേറ്റീവ്സൊക്കെ ഒരു വില്ലേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് അതൊക്കെയാണ് അതിനെ ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ദെൻ ദിസ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഓഫ് ടു ടൈപ്സ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ടാവാം, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് SBI ഒക്കെ പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. പിന്നെ നമ്മുടെ ICICI എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. അപ്പോൾ അതൊക്കെ പക്ഷേ ഇതൊക്കെ എന്താണ് കമേഴ്ഷ്യൽ ബാങ്ക്സുമാണ്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ബി ഐദർ ഇൻ ദ പബ്ലിക് സെക്ടർ ഓർ ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ദെൻ ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് കോപ്പറേറ്റീവ്സിൻ്റെ കീഴിലുള്ളതാണ്, പക്ഷെ അതൊരു പ്രൈവറ്റ് സെക്ടർ പോലെയാണ്. ഈ കോപ്പറേറ്റീവ്സ് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രോഫിറ്റ് മോട്ടീവ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ പബ്ലിക്കാണെന്നും പറയാൻ പറ്റില്ല. ദേ ആർ സെപ്പറേറ്റ് ആണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ദെൻ ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ്സ് ലോൺ ടു ഇൻഡസ്ട്രീസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ് ആൻഡ് ഇൻക്ലൂഡിങ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. അങ്ങനെ ഈ മേഖലകൾക്കൊക്കെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്ന കാര്യം. ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യും, ട്രേഡ് ആൻഡ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് പ്രൊവൈഡ് ചെയ്യും. ദെൻ ദേ വിൽ ബി ഫോക്കസിങ് ഓൺ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. ഇപ്പോൾ RBIൻ്റെ ഡയറക്ഷൻസ് ഒക്കെ ഉണ്ട്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് ഇത്ര കാശ് മാറ്റി വയ്ക്കണം, ഇത്ര പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഷുഡ് ബി യൂസ് ഫോർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു രീതി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദിസ് കോപ്പറേറ്റീവ്സ്, they cater to the credit needs of അഗ്രികൾച്ചറിസ്റ്റിൻ്റെ ക്രെഡിറ്റ് നീഡ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫോക്കസ് ഏരിയ. അല്ലാതെ rather than giving it to industries or other commercial purposes, obviously they provide loans for artisans and other small scale industries, but their focus area is providing loans to agricultural operations and an agriculturist. Continuing with the difference, the commercial banks provide interest on deposit at a comparatively lower rate when compared with cooperative banks. The interest on deposit of commercial banks are less, and when compared to commercial banks, the interest on deposits are high. I mean, a slightly higher rate of interest is being provided by cooperative banks. Then okay, in commercial banks, borrowers are only account holders and do not have any voting right. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ബാങ്ക് എന്താണെന്നൊക്കെ അറിയാം, നമുക്കൊക്കെ വി ആർ ഓൾ എൻഗേജ് ഇൻ ബാങ്കിങ് ആക്ടിവിറ്റീസ്. നമ്മൾ ബാങ്കിൽ പോകാറുണ്ട്, നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഡസൻറ്റ് ഹാവ് എനി റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് പോളിസീസ്, റൂൾസ് എക്സെട്ര ഓഫ് ദ ബാങ്ക്. അപ്പോൾ നമുക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നുമില്ല, വിച്ച് ഇസ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. But when it comes to cooperative banks, the borrowers are the members and can influence the decisions of the bank. ഇതിനകത്ത് മെമ്പറായാൽ മാത്രമേ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ബോറോവേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ എന്തുണ്ട്, ആസ് വി ആർ ഓൾസോ മെമ്പേഴ്സ്, വിൽ ബി ഹാവിങ് എ സേ ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ബാങ്ക്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പോളിസീസ് റൂൾസൊക്കെ ഫ്രെയിം ചെയ്യുന്നതിനകത്തും അതിനകത്ത് പോളിസി ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അകത്തൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ ബോറോവേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് സാധിക്കും. Then it's
കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഫ്രീ ഫ്രം റിജിഡ്നെസ്. അതായത് അത്ര റിജിഡ് അല്ല സ്ട്രക്ചർ, കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് കമേഴ്ഷ്യൽ ബാങ്ക്സിൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ദേ ആർ മോർ റിജിഡ് ഡ്യൂ ടു ദ റിജിഡിറ്റീസ് ഓഫ് ബൈലോ. നമുക്കറിയാം കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ദേ വിൽ ബി ഹാവിങ് ദിയർ ഓൺ ബൈലോസ്, ആൻഡ് അലോങ് അത് തന്നെ ബൈലോ തന്നെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അലോങ് വിത്ത് ദാറ്റ് the cooperative registrar also will be having a control over them. And if it is banking institution, in the case of urban cooperatives and all, they can form directly under the RBI. അപ്പോൾ ഇവർക്ക് പല മേഖലയിൽ നിന്ന് അതിന് എന്താ പറയുക പിടുത്തങ്ങൾ വരികയാണ്. കൺട്രോളിങ് ഏരിയാസ് കൂടുതലാണ്. RBI ഒരു ഭാഗത്തു നിന്ന് കൺട്രോൾ ചെയ്യുന്നു, കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഒരു ഭാഗത്തു നിന്ന് കൺട്രോൾ ചെയ്യുന്നു, ആൻഡ് ദർ ബൈലോ ഇറ്റ് സെൽഫ് ഇസ് പ്രൊവൈഡിങ് സം സോർട്ട് ഓഫ് കൺട്രോൾ. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി കുറവുണ്ട്. അതാണ് റിജിഡിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. Hope the points are clear. If you have any doubts, you may clarify it. Thank you.